السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون. فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين. تزود من معاشك للمعادي وقم لله واعمل خير زادي ولا تجمع من الدنيا كثيرا فإن المال يجمع للنفاد. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും സദാ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകിയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോക വിജയം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തെ ക്രമീകരിക്കുവാനും അമിതമായ സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ തെറ്റിൻ്റെതായ വഴികളിലേക്ക് നീങ്ങാതിരിക്കുവാനും അല്ലാഹു മനുഷ്യന്റെ മുമ്പിൽ ചില കാര്യങ്ങൾ വെച്ചുകൊടുക്കുന്നുണ്ട്. ചില പ്രത്യേകമായ സൂചനകളിലൂടെ, വിഷയങ്ങളിലൂടെ മനുഷ്യന്റെ ജീവിത രീതിയെ തന്നെ മൊത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാനും നന്മയുടെ മേഖലയിലൂടെ കൊണ്ടു നടത്തുവാനും ഉതകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്
ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിലിരിക്കുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫജാഅഹു റജുലുൻ മിനൽ അൻസ്വാർ, അൻസ്വാരികളിൽപ്പെട്ട ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ് പ്രവാചകനോട്, അല്ലയോ പ്രവാചകരെ, ഫഅയ്യുൽ മുഅ്മിനീന അകിയസ്, ആരാണ് ഏറ്റവും ബുദ്ധിമാനായ സത്യവിശ്വാസി? വിശ്വാസികളിൽ ആർക്കാണ് ഏറ്റവും ബുദ്ധി എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് മറുപടിയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റാ, ആരാണോ മരണത്തെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. തന്റെ ജീവിതത്തെ പച്ചപിടിപ്പിക്കുവാനും അധ്വാനങ്ങൾ ഏറ്റവും കൂടുതലായി ചെയ്തുകൊണ്ട് ധനസമ്പാദന മേഖലകളുടെ ആ വശങ്ങൾ വിശാലമാക്കിക്കൊണ്ട് ഈ ഭൗതിക ലോകത്ത് എങ്ങനെയെല്ലാം നന്നാകുവാനും സുഭിക്ഷമായി ജീവിക്കുവാനും സാധിക്കുമോ അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നവനാണ് പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ ഏറ്റവും വലിയ ബുദ്ധിമാൻ. പക്ഷെ ഈ സ്വഹാബി ചോദിച്ച ചോദ്യത്തിന് പ്രവാചകന്റെ മറുപടി, ഏറ്റവും വലിയ ബുദ്ധിമാനായ വിശ്വാസിയാരാണ്? അക്സറുഹും ലിൽ മൗതി ദിക്റാ, ഏറ്റവും നന്നായി മരണത്തെ ആരാണോ കൂടുതൽ ഓർത്തുകൊണ്ടിരിക്കുന്നത് അവനാണ് ബുദ്ധിമാൻ. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ, ആ മരണത്തിനു ശേഷമുള്ള ജീവിതമുണ്ട്, അതിനു വേണ്ടി ആരാണോ ഇവിടെ വെച്ച് ഏറ്റവും കൂടുതൽ തയ്യാറാകുന്നത് ഉലൈകൽ അഖിയാസ്, അവനാണ് ബുദ്ധിമാൻ. ഈ നിലക്ക് നമ്മൾ നമ്മുടെ കാര്യത്തെ ഒന്ന് വിലയിരുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ ഒരു ചെറിയ ഒരു വചനത്തെ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കുക. പലപ്പോഴും മരണത്തെ മറന്ന് ജീവിതത്തിൽ മുഴുകിയവരാണ് നമ്മളെല്ലാവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ആളുകളെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ വിഡ്ഢി എന്ന് പറയാം. ആര്? മരണത്തെ മറന്നവൻ. മരണത്തെ കൂടുതൽ ഓർക്കുന്നവനും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നവനുമാണ് ബുദ്ധിമാനെങ്കിൽ, അതിനെ മറന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് ആര് ജീവിക്കുന്നുവോ അവനാണ് ഭ്രാന്തൻ. ആ മരണത്തെ വിട്ടുകൊണ്ട് അതിനെ വിസ്മരിച്ചുകൊണ്ട് ദുനിയാവിന്റെ പിന്നാലെ ആരോടിക്കൊണ്ടിരിക്കുന്നുവോ അവനാണ് ഏറ്റവും വലിയ വിഡ്ഢി. അങ്ങനത്തെ ആളുകൾ മരണ സന്ദർഭത്തിൽ പറയും, റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. മുമ്പ് നമ്മൾ ഒരു ക്ലാസ്സിലും വിശദീകരിച്ച കാര്യമാണ്. അവൻ പറയും, റബ്ബേ എന്നെ നീ ഇപ്പോൾ മരിപ്പിക്കരുത്, എന്നെ നീ മടക്കി തരണം. എന്തിനു വേണ്ടി? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷിച്ച വീഴ്ച വരുത്തിയ കാര്യങ്ങൾ നന്നാക്കാൻ വേണ്ടി. അല്ലാഹു പറയും, കല്ല, വേണ്ട, നീ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ പറയേണ്ട ആവശ്യവുമില്ല. കാരണം ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതവൻ വെറുതെ പറയുന്നൊരു വാക്ക് മാത്രമാണ്. അതുകൊണ്ട് ഇനി ഒരു മടക്കം ഇല്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ ആരംഭം മുതൽ അതിന്റെ അവസാന ഭാഗം വരെ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ മനുഷ്യനെ പിടികൂടുന്ന മരണമെന്ന യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് ഏതെല്ലാം രൂപത്തിൽ, ഏതെല്ലാം ശൈലികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഏതാനും ചില വചനങ്ങൾ മാത്രം വിശദീകരണമില്ലാതെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, സൂറത്തു സുമറിലെ 30-ാമത്തെ വചനം. എന്റെ ഉറക്കിന്റെ വേളയിലും അധ്വാനത്തിനു വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ അതിരുകവിഞ്ഞു വരുമ്പോഴും ഓരോ സന്ദർഭത്തിലും അവിടെയെല്ലാം നമ്മെ നിയന്ത്രിക്കുവാനും പിടിച്ചുകെട്ടുവാനും ഒരു മരുന്നായിക്കൊണ്ട് പ്രവാചകൻ നിശ്ചയിക്കുന്നത്, മനുഷ്യ, നീ മരണത്തെ ഓർക്കി എന്നാണ്. നീ മരിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിലെ 30-ാമത്തെ വചനം, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നത്, ഇന്നക മയ്യിത്തുൻ, റസൂലേ നിങ്ങൾ മരിക്കും. എന്തിനാ റസൂലിനെ വിളിച്ചു പറയുന്നത്? ജനങ്ങൾക്കിടയിൽ ഏറ്റവും ശ്രേഷ്ഠനായ അഷ്റഫുൽ ഖൽഖായ ആ പ്രവാചകൻ അഭിമുഖീകരിച്ചുകൊണ്ട് നിങ്ങൾ മരിക്കുമെന്ന് ഖുർആൻ പറയുന്നു എങ്കിലും ശേഷമുള്ള ആളുകൾക്ക് മരണം എന്നുള്ളത് സത്യമാണ് എന്നതിൽ സംശയമില്ല എന്നുള്ള ബോധ്യമുണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ, പ്രവാചകരെ നിങ്ങൾ മരിക്കും, വ ഇന്നഹും മയ്യിത്തൂൻ, അവരും മരിക്കുന്നവരാകുന്നു. മരണത്തെക്കുറിച്ചുള്ള സൂചനയാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത്. സൂറത്തു സുമർ 30-ാമത്തെ വചനം. സൂറത്തുർ റഹ്മാൻ 26-ാമത്തെ വചനം, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. കുല്ലു മൻ അലൈഹാ ഫാൻ, ഈ ഭൂമിക്കുപരിഭാഗത്തുള്ള
ഈ ലോകത്തുള്ള സൃഷ്ടികളായിക്കൊണ്ട് ആരെല്ലാം ഉണ്ടോ എന്തെല്ലാം ഉണ്ടോ എല്ലാം നശിക്കാനുള്ളതാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അത്യുദാരനായ മഹാനായ ഉന്നതനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനല്ലാത്ത എല്ലാം നശിക്കാനുള്ളതാണ്. ഇനിയും നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയുന്നു കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഏതാണ്ട് ഖുതുബകളിലും പ്രസംഗങ്ങളിലും ഒക്കെ നമ്മൾ കേൾക്കാറുള്ള ഒരു വചനം, ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കേണ്ടുന്ന ഒരു വചനം, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ആത്മാവിനും എല്ലാ മനുഷ്യർക്കും മരണത്തിന്റെ രുചി ആസ്വദിക്കേണ്ടതുണ്ട്. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലങ്ങൾ, നിങ്ങളുടെ ചെയ്തികളുടെ ഫലങ്ങൾ, നന്മയാകട്ടെ തിന്മയാകട്ടെ, അത് ഖിയാമത്ത് നാളിൽ നൽകപ്പെടുന്നതാണ്. ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരെങ്കിലും സ്വർഗത്തിൽ പെട്ടാൽ അവൻ വിജയിച്ചു. അവിടെയും സൂറത്തു ആലി ഇംറാനിൽ 185-ാമത്തെ വചനം ആദ്യ ഭാഗം പറയുന്നത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. ഒരാൾക്കും രക്ഷപ്പെടാൻ ആ മരണത്തിന്റെ പെടുത്തത്തിൽ നിന്ന് സാധ്യമല്ല. കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ, അല്ലാഹു അല്ലാത്ത ലോകത്ത് ഏതെല്ലാം സൃഷ്ടികളുണ്ടോ എല്ലാം നശിക്കുന്നതാണ്. സൂറത്തുൽ ഖസസ് 88-ാമത്തെ വചനം. ഇങ്ങനെ എണ്ണിയാൽ ഒട്ടനവധി വചനങ്ങളിലൂടെ ആവർത്തിച്ചുകൊണ്ട് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ, മരണമെന്ന യാഥാർത്ഥ്യം നിന്റെ അടുക്കിലേക്ക് വരും. അവിടെ ധന്യത ഒരു പ്രശ്നമല്ല. ഞാനൊരു പണക്കാരനാണ്, ഉയർന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നവനാണ്, വലിയ ശമ്പളം പറ്റുന്നവനാണ്, ഞാൻ 18-ന്റെയും 19-ന്റെയും 20-ന്റെയും ആരോഗ്യത്തിന്റെ അവസ്ഥയിലാണ്, ചുറുചുറുക്കുള്ളവനാണ്, രക്തം തുളുമ്പുന്നവനാണ്, ചൂടുള്ള രക്തത്തിന്റെ ആളാണ് എന്നൊന്നും മരണത്തിന്റെ മുമ്പിൽ തടസ്സമല്ല. നമ്മുടെ ആരോഗ്യം വെച്ചുകൊണ്ട്, നമ്മുടെ ധനം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ മരണത്തെ നമ്മൾ അകറ്റി നിർത്താൻ ശ്രമിച്ചാൽ, ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ, ഖുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, നിങ്ങൾ ഓടി അകലാൻ ശ്രമിക്കുന്ന മരണമുണ്ടല്ലോ. എന്താ ഓടി അകലാൻ ശ്രമിക്കാന്ന് പറഞ്ഞ? മരണം വരുമ്പോ നമ്മൾ ഓടുക എന്നല്ല, മറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. എന്താണ്? എന്റെ ഇപ്പോഴത്തെ ആരോഗ്യം, എന്റെ ഇപ്പോഴത്തെ ചുറ്റുപാടുകള്, എന്റെ സാഹചര്യങ്ങള്. അല്ലെ, നമ്മുടെ വീട്ടില് ഒരു 2-3 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി മരിച്ചാൽ നമ്മള് എന്താ പറയാറുള്ളത്? അള്ള കൊണ്ടുപോയി എന്നാ പറയാ. കാരണം നമ്മുടെ മനസ്സിലുണ്ട് അത് മരിക്കാനായിട്ടില്ല, അതിന് സമയമായിട്ടില്ല. അതുകൊണ്ട് കുട്ടികൾ മരിച്ചാൽ പറയും അള്ള കൊണ്ടുപോയി. വല്യാപ്പ മരിച്ചാലോ മരിച്ചു എന്ന് പറയും, കാരണം സമയം ആയിട്ടുണ്ട് എന്ന ധാരണ. ആ ഒരു വേർതിരിവെ നമ്മൾ മാറ്റേണ്ടതുണ്ട്. അപ്പോ അവിടെ ധന്യതയോ യുവത്വമോ കുബേര വ്യത്യാസമില്ലാതെ മരണമെന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലേക്ക് വരും. ഖുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ ഓടാൻ ശ്രമിക്കുന്ന മരണമുണ്ടല്ലോ, ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. ലാ ശൈഅ മിമ്മാ തറാ തബ്ഖാ ബശാശതുഹു യബ്ഖൽ ഇലാഹു വയഫ്നൽ മാലു വൽ വലദു. ഈ ലോകത്ത് സന്തോഷം പകരുന്ന, ഈ ലോകത്ത് ആഹ്ലാദം പകരുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നശിച്ചു പോകുവാനുള്ളതാണ്. യബ്ഖൽ ഇലാഹു, അല്ലാഹു മാത്രം അവശേഷിക്കും. വയഫ്നൽ മാലു വൽ വലദു, സന്താനമാണല്ലോ നമ്മുടെ സന്തോഷം, സമ്പത്താണല്ലോ നമ്മുടെ സന്തോഷം, വരുമാനമാണല്ലോ നമ്മുടെ സന്തോഷം, അതെല്ലാം നശിക്കും. യബ്ഖൽ ഇലാഹു, അല്ലാഹു മാത്രമാണ് അവശേഷിക്കുന്നവൻ. ലം തുഗ്നി അൻഹു റുമുസിൻ യൗമൻ ഖസായിനുഹു വൽഖുൽദ ഖദ് ഹാവലത് ആദും ഫമാ ഖലദു. ഹുർമുസ്, അവന്റെ കൊട്ടാരങ്ങളോ അവന്റെ ഖജാനകളോ ഒന്നും ബാക്കിയായിട്ടില്ല. ആദ് സമുദായം, സമൂദ് ഗോത്രങ്ങൾ ശക്തന്മാരായിരുന്നു അവർ, മല്ലന്മാരായിരുന്നു അവർ, മലകൾ തുറന്നുകൊണ്ട് പാറകൾ തുറന്നുകൊണ്ട് വീടുകൾ ഉണ്ടാക്കിയവരായിരുന്നു അവർ. അവരെല്ലാം ശാശ്വതമായും ഈ ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിച്ചവരാണ്. പക്ഷേ വൽഖുൽദ ഖദ് ഹാവലത് ആദും ഫമാ ഖലദു, ശാശ്വത ജീവിതം അവർ ആഗ്രഹിച്ചു. പക്ഷേ മരണം വന്നു, അവരെ കൊണ്ടുപോയി. ഭൂമിക്ക് മുകളിൽ അഹങ്കാരത്തോടുകൂടി ധിക്കാരത്തോടുകൂടി നടന്നിരുന്ന ആളുകൾ, ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി നടന്നിരുന്ന ആളുകൾ ഇന്ന് ഭൂമിക്കടിയിലാണ്. വലാ സുലൈമാനു ഇദ് തജ്രി റിയാഹു ലഹു വൽ ഇൻസു വൽ ജിന്നു ഫീമാ ബൈനഹാ തരിദു. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുക്കപ്പെട്ട പ്രവാചകൻ, ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുക്കപ്പെട്ട പ്രവാചകൻ. ആ പ്രവാചകന് മറ്റുള്ള ആർക്കുമില്ലാത്ത അധികാരങ്ങളും സ്ഥാനങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് മരണം വരികയുണ്ടായി. അദ്ദേഹം മാത്രമല്ല, വൽ ഇൻസു വൽ ജിന്നു ഫീമാ ബൈനഹാ തരിദു, എല്ലാ മനുഷ്യരും എല്ലാ ജിന്നുകളും
അള്ളാഹുവിന്റെ സൃഷ്ടിയായിക്കൊണ്ട് ആരെല്ലാം ഉണ്ടോ എല്ലാവരും മരിക്കും എന്ന് ചോദിക്കുകയാണ് കവി. ഐനൽ മുലൂകുല്ലതി കാനത് ലിഅസ്സതിഹാ മിൻ കുല്ലി ഔബിൻ ഇലൈഹാ വാഫിദുൻ യഫിദു. എവിടെ പോയി ആ രാജാക്കന്മാരും, എവിടെ പോയി ആ ഭരണാധികാരികൾ, ഇടതും വലതും രക്ഷാകവചങ്ങൾ വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്ന ആളുകള്. മുൻഭാഗത്ത് കാറുണ്ടായിരുന്നു, പിൻഭാഗത്ത് കാറുണ്ടായിരുന്നു സംരക്ഷണത്തിന് വേണ്ടി. സൗദി അറേബ്യയിലെ ഭരണാധികാരി ഫഹദ് രാജാവ് യാത്ര ചെയ്യുമ്പോൾ മുൻഭാഗത്ത് കറുപ്പ് നിറത്തിലുള്ള 2 വലിയ കാറുകൾ, പിന്നിൽ 2 വലിയ കാറുകൾ, മുകൾ ഭാഗത്ത് ഹെലികോപ്റ്റർ. അങ്ങനെ നടന്നിരുന്ന രാജാക്കന്മാരും ഭരണാധികാരികളും ഇന്ന് അവർ പോയി കഴിഞ്ഞു. അവരുടെ അത്ര നമ്മൾ എത്തിയിട്ടില്ല, സാമ്പത്തികമായും എത്തിയിട്ടില്ല, അധികാരപരമായും എത്തിയിട്ടില്ല. അതൊക്കെ ചില പാഠങ്ങളാണ്, അനുഭവങ്ങളെല്ലാം പഠിപ്പിക്കുകയാണ്. ചോദിക്കുന്നു, ഐനൽ മുലൂകുല്ലതി കാനത് ലിഅസ്സതിഹാ മിൻ കുല്ലി ഔബിൻ ഇലൈഹാ വാഫിദുൻ യഫിദു. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നായിക്കൊണ്ട് അവൻ മഹാനാണ്, അവൻ രാജാവാണ്, അവൻ അധികാരിയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പല ദേശങ്ങളിൽ നിന്നും സന്ദർശനാർത്ഥം ആളുകൾ വന്നിരുന്ന രാജാക്കന്മാർ അവരൊക്കെ ഇന്ന് എവിടെ പോയി? ഹൗലുൻ ഹുനാലിക മൗറൂദുൻ ബിലാ കദിബിൻ ലാ ബുദ്ദ മിൻ വിർദിഹി യൗമൻ കമാ വറദു. മരണമെന്നത് ഒരു ജലസംഭരണിയാണ്, അതൊരു ജലതടാകമാണ്. അവർ ആ സംഭരണിയിലേക്ക് ഇറങ്ങി, അവരാ വെള്ളം കുടിച്ചു. അവർ അധികാരമുള്ളവരായിരുന്നു, സമ്പത്തുള്ളവരായിരുന്നു, ഒന്നിന്റെയും കുറവർക്കുണ്ടായിരുന്നില്ല. അവർ ആ സംഭരണിയിലേക്ക് ഇറങ്ങി വെള്ളം കുടിച്ചു എങ്കിൽ അതേ സംഭരണിയിലേക്ക് ഇറങ്ങാറുള്ളവരാണ് നമ്മൾ. അവർ മുമ്പേ പോയി, നമ്മൾ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണത്തിന് മുമ്പിൽ നമ്മുടെ ആരോഗ്യം നമ്മൾ തടസ്സമായി കാണരുത്. ആകാശവും ഭൂമിയും മരണത്തിന് തടസ്സമല്ല. മലയിടുക്കുകൾ, പർവ്വതനിരകൾ, സമുദ്രങ്ങൾ മരണത്തിന് തടസ്സമല്ല. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗതു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. സൂറത്തുൻ നിസായിലെ 78-ാമത്തെ വചനം. ഐനമാ തകൂനു, നിങ്ങൾ എവിടെയാണെങ്കിലും ശരി, യുദ്രിക്കുമുൽ മൗത്, മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, വലിയ ബലമുള്ള ബലവത്തായ കോട്ടക്കകത്താണെങ്കിലും ശരി. പലപ്പോഴും നമ്മൾ സുരക്ഷിതമായ ഒരു സ്ഥാനത്തെത്തുമ്പോൾ ഞാൻ സുരക്ഷിതനാണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്, അല്ലെ? 4 ഭാഗത്തും ഭിത്തിയുള്ള, ആരാലും കടന്നു വരാൻ കഴിയാത്ത ഒരു സുരക്ഷിതമായ ഏരിയയിൽ എത്തപ്പെട്ടാൽ നമുക്കൊരു സമാധാനമാണ്, നിർഭയത്വമാണ്. പക്ഷേ മരണത്തിന്റെ മുമ്പിൽ അതൊരു വിഷയമേ അല്ല. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങൾ എവിടെയാണെങ്കിലും ശരി, മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, അതിമഹത്തായ ബലവത്തായ ഒരു കോട്ടക്കകത്താണെങ്കിലും ശരി. അപ്പോ സ്ഥലം മരണത്തിന് പ്രശ്നമല്ല, മരണത്തിന് മുമ്പിൽ വ്യക്തികളും തടസ്സമല്ല. അവൻ ആണാണ്, ഇത് പെണ്ണാണ്, അത് വലിയ ആളാണ്, ഇത് ചെറിയ ആളാണ്, ഇന്ന പ്രദേശത്തെ ഭരണാധികാരിയാണ് എന്നൊന്നും സഹോദരങ്ങളെ മരണത്തിന് മുമ്പിൽ തടസ്സമല്ല. വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ. ഒരു വിശദീകരണം ആവശ്യമില്ല, അതോടെ ഞാൻ ആയത്തുകൾ മാത്രം ഓതി പോകുന്നത്. അതാണല്ലോ നമ്മുടെ മനസ്സിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുക. അള്ളാഹുവാണ് പറയുന്നത് സൂറത്തുൽ അംബിയായിലെ 34-ാമത്തെ വചനം. വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ, പ്രവാചകരെ നിങ്ങൾക്ക് മുമ്പ് ഒരാൾക്കും നാം ശാശ്വതത്വം നൽകിയിട്ടില്ല. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ എന്തിനാ അള്ളാഹ് പറയുന്നത്? എന്നിട്ടെങ്കിലും ആലോചിക്കുക, എന്നിട്ടെങ്കിലും ചിന്തിക്കും. ലക്ഷ്യം മറന്നുകൊണ്ട് ഞാനെന്ത് പറയുന്നു, ഞാനെന്ത് പ്രവർത്തിക്കുന്നു, ഞാനെന്ത് സമ്പാദിക്കുന്നു, ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നൊന്നും ആലോചിക്കാതെ മുൻപോട്ടിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം വചനങ്ങൾ നമ്മെ പിടിച്ചു നിർത്താനുള്ളതാണ്, നമ്മെ നിയന്ത്രിക്കാനുള്ളതാണ്. അങ്ങോട്ടല്ല പോകേണ്ടത്, ഇങ്ങോട്ടാണ് പോകേണ്ടത്. നിന്റെ പോക്കിൽ അല്പം ചെരിവ് സംഭവിച്ചിട്ടുണ്ട്, സിറാത്തുൽ മുസ്തഖീമിൽ തെറ്റിയിട്ടുണ്ട്, ഇങ്ങോട്ട് നീങ്ങണം എന്ന് നമ്മെ പ്രേരിപ്പിക്കാനുള്ള വചനങ്ങളാണ്. വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ, പ്രവാചകരെ നിങ്ങൾക്ക് മുമ്പ് ഒരാൾക്കും നാം ശാശ്വത ജീവിതം നൽകിയിട്ടില്ല. അഫഇൻ മിത്ത, നിങ്ങൾ മരിക്കുകയും ഫഹുമുൽ ഖാലിദൂൻ, അവർ മരിക്കാതെ എന്നൊന്നും ജീവിക്കുകയും ചെയ്യുമോ? അത് ഒരിക്കലും സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സ്വന്തത്തോട് പറയുകയാണ് ഒരു കാര്യം, സ്വയം പറയാ. അങ്ങനെ സ്വയം പറയാനുള്ള കാരണം എന്താ? ആ ഒരു മരണത്തെക്കുറിച്ചുള്ള ചിന്ത പ്രവാചകന് ഉണ്ട് എന്നുള്ളത് അർത്ഥമാണത്. എന്താ പ്രവാചകൻ പറയുന്നത്? യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദേ, എത്ര കാലം വേണമെന്നോ നീ ജീവിച്ചോ, എങ്ങനെ വേണോ നീ ജീവിച്ചോ, ഫഇന്നക മയ്യിത്ത്, നീ തീർച്ചയായും മരിക്കും. എങ്ങനെ വേണോ നീ ജീവിച്ചോ, പക്ഷേ ആ ജീവിതത്തിനു ശേഷം മരണമുണ്ട്, അതിനപ്പുറം മറ്റൊരു ജീവിതമുണ്ട്. അവിടെ നല്ലത് ലഭിക്കണമെങ്കിലും ഇവിടുത്തെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് സ്വയം വിലയിരുത്തുക. അതുകൊണ്ട്
വേണ്ട പോലെ ജീവിച്ചോ, ഫഇന്നക മയ്യിത്തുൻ വഹബ്ബിബ് മൻ ശിഅത, ആരെ വേണമെങ്കിൽ നീ സ്നേഹിച്ചോ, ഫഇന്നഹു മുഫാരിഖുഹു, അവരെ നിനക്ക് വേർപിരിയേണ്ടി വരും. എത്ര സ്നേഹിച്ചാലും എങ്ങനെ സ്നേഹിച്ചാലും, നമ്മൾ അതിരറ്റ് സ്നേഹിച്ചാലും ശരി, അവരെ വേർപിരിഞ്ഞുകൊണ്ടും നമുക്ക് പോകേണ്ടി വരും. വഅമൽ മാ ശിഅത, എന്ത് വേണമെങ്കിൽ നീ ചെയ്തോ, ഫഇന്നക മുജ്സിൻ ബിഹി, അതിന് പ്രതിഫലം, നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മയായിക്കൊണ്ട് ശിക്ഷയും പ്രതിഫലവും നീ വാങ്ങേണ്ടി വരും. അതുകൊണ്ട് വേണ്ടത് നീ പ്രവർത്തിച്ചോ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് സ്വന്തത്തോട് ചോദിക്കാനും സ്വന്തത്തോട് പറയാനും തോന്നിയ ചില കാര്യങ്ങളാണ്. ഒന്ന്, വേണ്ടത് പോലെ ജീവിച്ചോ, നീ മരിക്കും. വേണ്ടവരെല്ലാം സ്നേഹിച്ചോ, അവിടെ നീ വേർപിരിയും. വേണ്ടതെല്ലാം പ്രവർത്തിച്ചോ, നിനക്ക് അതിന് നാളെ പരലോകത്ത് പ്രതിഫലം നൽകുകയും ചെയ്യും. പണം കൊണ്ട്, നേതൃത്വം കൊണ്ട്, അധികാരം കൊണ്ട്, അറിവ് കൊണ്ട് ഒരിക്കലും സഹോദരങ്ങളെ മരണത്തെ തോൽപ്പിക്കുവാനും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലി ഇംറാനിലെ 145-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നു, വമാ കാന ലിനഫ്സിൻ ഇല്ലാ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹി കിതാബൻ മുഅജ്ജല. അല്ലാഹു ഒരു കിതാബ് വെച്ചിട്ടുണ്ട്. കിതാബ് എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടത് എന്നാണ്. കിതാബൻ മുഅജ്ജല, കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട അവധി. ആ അവധിക്കപ്പുറം ഈ ലോകത്ത് ഒരാൾക്കും പോകുവാൻ സാധ്യമല്ല. നമ്മുടെ മനസ്സുകളിലെ ആഗ്രഹങ്ങൾ പലതാണ്. ആഗ്രഹങ്ങൾ കൊണ്ടുവരുമ്പോ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, എന്റെ ആയുസ് 40 ഒതുങ്ങും, എന്റെ ആയുസ് 50 ഒതുങ്ങും. പക്ഷെ എന്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റപ്പെടണമെങ്കിൽ ചിലപ്പോൾ 70-ന്റെയും അത്രമാത്രം കൂടുതലാണ് ആഗ്രഹങ്ങൾ. അത് കണ്ടിട്ട് മതി നമ്മൾ ആഗ്രഹങ്ങൾ കാണാൻ, അത് ചിന്തിച്ചിട്ട് മതി ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ നേടിയെടുക്കാൻ. കാരണം ആ ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ടുന്ന ബാധ്യതകളെ നമ്മൾ വിസ്മരിക്കുകയും പെട്ടെന്ന് മരണം പിടികൂടുകയും ചെയ്യും. അതുകൊണ്ട് മരണമിതാ മുമ്പിലുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുക. വലികുല്ലി ഉമ്മത്തിൻ അജൽ, എല്ലാ ആളുകൾക്കും കൃത്യമായ സമയമുണ്ട്. ഫൈദാ ജാ അജലുഹും, അവരുടെ സമയം വന്നെത്തിക്കഴിഞ്ഞാൽ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. സൂറത്തുൽ അഅറാഫ് 34-ാമത്തെ വചനം. ഓരോരുത്തർക്കും ഒരു സമയമുണ്ട്. ആ സമയമായി കഴിഞ്ഞാൽ ലാ യസ്തഖിറൂന സഅ, അല്പസമയം അങ്ങോട്ടുമില്ല, അല്പസമയം ഇങ്ങോട്ടുമില്ല. ഭരണാധികാരികളൊക്കെ പോയി, അടക്കി വാളിരുന്നവർ പോയി, പോകാൻ ആഗ്രഹിക്കാത്തവരും പോയി. എന്തേ കാരണം? അല്ലാഹ് തീരുമാനിച്ചിട്ടുണ്ട്, അല്ലാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്, നിങ്ങൾക്കിടയിൽ നാം മരണം തീരുമാനിച്ചിരിക്കുന്നു, മരണം നാം നിശ്ചയിച്ചു വെച്ചിരിക്കുന്നു. അതിന് സമയമാകുമ്പോൾ നിങ്ങളുടെ അടുക്കിലേക്ക് അത് വരും. വമാ നഹ്നു ബിമസ്ബൂഖീൻ, നമ്മളെ പരാജയപ്പെടുത്താൻ, ഞാൻ തീരുമാനിച്ച നിശ്ചയിച്ചു വെച്ച സമയത്തിനപ്പുറം പോകാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് സൂറത്തുൽ വാഖിഅയിലെ 60-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു വീണ്ടും പഠിപ്പിക്കുന്നു. മഹദി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ. ആ ഭാര്യ ഒരു ദിവസം പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന കേട്ടുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. എന്തായിരുന്നു ആ പ്രാർത്ഥന? അല്ലാഹുമ്മ അംതിഅനി ബിസൗജി റസൂലില്ലാ, അല്ലാഹുവേ എന്റെ ഭർത്താവ് പ്രവാചകനെ കൊണ്ട് എനിക്ക് നീ സന്തോഷം നൽകണമേ. വബി അബി സുഫിയാൻ, എന്റെ പിതാവ് അബൂ സുഫിയാനെ കൊണ്ട് സന്തോഷം നൽകണമേ. വബി അഖി മുആവിയ, എന്റെ സഹോദരൻ മുആവിയെ കൊണ്ടും സന്തോഷം നൽകണമേ. ആ പ്രാർത്ഥനയുടെ പൊരുൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി. എന്താ അതിന്റെ ആശയം? ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവരാരും മരിച്ചിട്ട് ആ വേദന അനുഭവിക്കാനുള്ള വിധി വരരുതേ എന്നാണ് എന്നെ സന്തോഷിപ്പിക്കണേ, വാപ്പാനെ കൊണ്ടും ഭർത്താവിനെ കൊണ്ടും സഹോദരനെ കൊണ്ടും എന്നുള്ള പ്രാർത്ഥനയുടെ പൊരുൾ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് സഅൽതില്ലാഹ ലിഅജലിൻ മൽറൂബ, അല്ലയോ ഉമ്മു ഹബീബ, നീ അല്ലാഹുവോട് ചോദിച്ചതുണ്ടല്ലോ ഇപ്പോഴത്തെ ആയുസിന്റെ കാര്യം, അതാണല്ലോ നീ പ്രാർത്ഥിച്ചത്. അത് നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞതാ, അതിന് നീ ചോദിച്ചിട്ട് കാര്യമില്ല. വഅയ്യാമിൻ മഅദൂദ, എണ്ണപ്പെട്ട ദിവസങ്ങളാണ്. വഅർസാഖിൻ മഖ്സൂമ, റിസ്ക് പോലും അത് ഓഹരി വെക്കപ്പെട്ടിട്ടുണ്ട്, അതുപോലും തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ലൻ യുഅജ്ജല ശൈഉൻ ഖബ്ല അജലിഹി വലൻ യുഅഖിറല്ലാഹു ശൈഅൻ ബഅദ അജലിഹി, ഒന്നും സമയത്തിന് മുമ്പ് വരൂല്ല, സമയമായാൽ അപ്പുറവും പോവുകയില്ല. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപദേശം കൂടി കൊടുത്തു. വലൗ കുൻതി സഅൽതില്ലാഹ, നീ അല്ലാഹുവോട് ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ അതായിരുന്നു നിനക്ക് നല്ലത്. ഏത്? അയ്യുഈദക മിൻ അദാബിന്നാർ വമിൻ അദാബിൻ ഫിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് നീ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നീ ആദ്യം നിർവഹിച്ച പ്രാർത്ഥനയേക്കാൾ നിനക്ക് ഉപകാരം
വദാലിക ഖൈറുൻ വഅഫ്ളൽ, അതായിരുന്നു എനിക്ക് ശ്രേഷ്ഠം എന്ന് തന്റെ ഭാര്യയോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? മരണം സുനിശ്ചിതമാണ്, സമയം കൃത്യമാണ്. നമുക്കറിയില്ല, ചിലപ്പോൾ നാളെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കാം, ഇന്ന് രാത്രിയിലായിരിക്കാം, എപ്പോഴാണ് എന്ന് നമുക്കറിയില്ല എന്ന് മാത്രം. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. ഒരു മനുഷ്യനും അറിയുകയില്ല മാദാ തക്സിബു ഗദാ, നാളെ എന്ത് സമ്പാദിക്കുമെന്ന്. ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോ പല പ്ലാനുകളുമായി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നു. നാളെ വീട്ടിലേക്കൊന്ന് വിളിക്കണം, മക്കളോട് സംസാരിക്കണം, ഭാര്യയുമായി സംസാരിക്കണം, വാങ്ങിവെച്ച സാധനം ആരുടെയെങ്കിലും അടുക്കൽ കൊടുത്തയക്കണം. ഇങ്ങനെ ഒരുപാട് പ്ലാനുകളുമായി രാത്രി കഴിച്ചു കൂട്ടുകയാണ്. എവിടെ വെച്ച് മരിക്കും, എപ്പ മരിക്കും, എങ്ങനെ മരിക്കും, നമുക്കത് പറയാൻ സാധ്യമല്ല. ആകാശത്ത് വെച്ചാകാം, ആകാശത്ത് വെച്ചാകാം. 2 വർഷം മുമ്പ് റിയാദിലെ എയർപോർട്ടിൽ നിന്ന് ഒരു സഹോദരൻ കോഴിക്കോട്ടേക്ക് വിമാനം കയറി. വിമാനം കയറിയിട്ട് അദ്ദേഹത്തിന്റെ സീറ്റിലിരുന്ന് കൂടെ തൊട്ടടുത്ത സീറ്റിൽ വേറെ സഹോദരൻ ഇരുന്നു. കാലിക്കറ്റ് ഇവിടെ കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിൽ വാഹനം വന്നിട്ടുണ്ട് ആ സഹോദരനെ കൊണ്ടുപോകാൻ. 2 വർഷം മുമ്പ് വിദേശത്തേക്ക് പോയ വാപ്പ, അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ ഭർത്താവ്, കുറച്ച് മക്കളുടെ ഒരു പിതാവ് ആണല്ലോ ഈ സഹോദരൻ. വിമാനം ഇറങ്ങി തന്റെ ചാരത്തിരിക്കുന്ന സുഹൃത്ത് അരികരിക്കുന്ന ഈ സുഹൃത്തിനെ കൊട്ടി വിളിച്ചപ്പോൾ എണീക്കുന്നില്ല. അദ്ദേഹം പോയിട്ടുണ്ട്. അവസാനത്തെ പോക്ക് പോയി ഈ ദുനിയാവിനോട് വിട പറഞ്ഞു. എവിടെ വെച്ച്? ആകാശത്ത് വെച്ച്. നമ്മുടെ മുമ്പിൽ മരണം ആകാശത്ത് വെച്ചാകാം, ഈ ഭൂമിയിൽ വെച്ചാകാം. നമുക്കറിയാമല്ലോ, ഏതാണ്ട് കഴിഞ്ഞ വർഷത്തിന് മുമ്പ് മംഗലാപുരം എയർപോർട്ടിൽ വിമാനം ഇറങ്ങി നിലത്തിറങ്ങി. എന്നിട്ട് എന്തെല്ലാം പ്രതീക്ഷകള്, എന്തെല്ലാം ആഗ്രഹങ്ങള്. പുറത്ത് കാത്തു നിൽക്കുന്ന ആളുകൾ വാഹനവുമായിട്ട് അതെല്ലാം തിരിച്ചുവിട്ട് ആംബുലൻസ് കൊണ്ടുവന്ന് സഹോദരന്മാരെ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ, ഉമ്മയെ, ഉപ്പയെ കൊണ്ടുപോകേണ്ട അവസ്ഥ അവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു വരുന്നത് മരണം അത് സുനിശ്ചിതമാണ്, സമയം കൃത്യമാണ്. എപ്പോഴാണ് എന്ന് നമുക്കറിയില്ല എന്ന് മാത്രം. ചില ആളുകൾ ചില സ്ഥലങ്ങളിൽ പോയിട്ട് അങ്ങോട്ട് മരിക്കും. നമ്മൾ പറയും, ഞാൻ പോകുമ്പോൾ പറഞ്ഞതാ പോണ്ടാന്ന് നമ്മൾ പറയാറുണ്ട്. മരണം കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, ആ സാധാരണ അവന് പോകാത്തൊരു സ്ഥലമാണെന്ന്, എന്താണാവോ അങ്ങോട്ട് പോയത്, അങ്ങനെ നമ്മൾ പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു വിഷയം, ഇദാ അറാദല്ലാഹു ഖബ്ല റൂഹി അബ്ദിൻ, ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് ഇന്ന വ്യക്തി മരിക്കണമെന്ന് റബ്ബിന്റെ തീരുമാനമുണ്ടെങ്കിൽ, ജഅല ലഹു ഫീഹാ ഹാജ, അല്ലാഹ് അവിടെ ഒരു ആവശ്യം ഉണ്ടാക്കും. അവിടെ ഒരു ആവശ്യം ഉണ്ടാക്കും, അവൻ അങ്ങോട്ട് പോകും. അങ്ങനെ അപ്രതീക്ഷിതമായി ചിന്തിക്കാത്ത നിലക്ക് ആ സഹോദരൻ മരണത്തിന് കീഴടങ്ങേണ്ടി വരും. ത്വായിഫ് സൗദി അറേബ്യയിലെ സ്ഥലമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് കിഴക്ക് ഭാഗത്തേക്ക് അബഹ എന്ന് പറയുന്ന പ്രദേശം, അവിടെ കൊല്ലം ജില്ലയിൽ ഒരു സഹോദരൻ, 2006 സംഭവം. ആ സഹോദരൻ 4 വർഷമായി അബഹയിൽ ജോലി ചെയ്യുന്നു. ഈ 4 വർഷത്തിനിടയ്ക്ക് വീട്ടിലേക്ക് പോയില്ല അദ്ദേഹം. എന്തിനാ? പണം സമാഹരിച്ച് സ്വരൂപിച്ചു വെച്ചു, തന്റെ ഭാര്യയെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. വീട്ടിലേക്ക് അത്യാവശ്യത്തിന് പണം മാത്രം ഉമ്മാക്കും വാപ്പാക്കും അയച്ചു കൊടുത്തു. വിവാഹം കഴിഞ്ഞ് തന്റെ ഭാര്യയെ വീട്ടിലാക്കി അദ്ദേഹം ഗൾഫിലേക്ക് തിരിച്ചതാ. പോരുമ്പോൾ ഭാര്യ ഗർഭിണിയായിരുന്നു. അങ്ങനെ 4 വർഷത്തെ അധ്വാനം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ പണം സ്വരൂപിച്ച് ഒരു വിസയെടുത്ത് ഭാര്യയ്ക്കും തന്റെ പൊന്നോമന മകൾക്കും അയച്ചു കൊടുത്ത് ആ വിസയിൽ അവരെ വരുത്തി. റിയാദ് എയർപോർട്ടിൽ വന്ന് അവർ ഇറങ്ങി. ഇദ്ദേഹത്തിന്റെ ഒരു കുടുംബ സുഹൃത്ത് ത്വായിഫിൽ നിന്നും റിയാദ് എയർപോർട്ടിൽ പോയി വാഹനത്തിൽ കയറ്റി ആ ഭാര്യ, ഈ സുഹൃത്തിന്റെ ഭാര്യയെയും മകളെയും കൊണ്ടുവന്ന് ത്വായിഫിൽ ഈ സുഹൃത്തിനെ ഏൽപ്പിച്ചു. 4 വർഷം മുമ്പ് കണ്ടു പിരിഞ്ഞു പോന്ന തന്റെ പ്രിയ പത്നി, ഭാര്യ, ആദ്യമായി കാണുന്ന തന്റെ രക്തത്തിൽ പിറന്ന 1ാമത്തെ പെൺകുഞ്ഞ്, ആ കുഞ്ഞിനെയും ഭാര്യയെയും കൂട്ടി അദ്ദേഹം ത്വായിഫിൽ നിന്ന് അബഹയിലേക്ക് സ്വന്തം വാഹനത്തിൽ പോകുമ്പോൾ പോകുന്ന വഴിക്ക് ആ വാഹനം മറിഞ്ഞ് ആ ഭാര്യയും കുഞ്ഞും മരിച്ചു. സഹോദരങ്ങളെ, ആർക്കിത് സഹിക്കാൻ സാധിക്കും? നമുക്ക് തടഞ്ഞു വെക്കാൻ കഴിയില്ല. എന്റെ ഭാര്യ, 4 വർഷമായി ഞാൻ പിരിഞ്ഞു പോകുന്ന ഭാര്യയെ ഒരു ദിവസം പോലും എന്റെ കൂടെ കിടത്താനും ഒന്ന് സംസാരിക്കാനും ഒന്ന് പുഞ്ചിരിക്കാൻ സ്നേഹം പങ്കിടാനും എനിക്ക് വിധി ലഭിച്ചില്ലല്ലോ എന്നുള്ള ഒരു വേദന ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷേ അതല്ല, അതിനേക്കാളൊക്കെ പ്രശ്നം ആ പോയവർ എങ്ങോട്ടി എന്നുള്ളതാണ്. എല്ലാവരും പോകേണ്ടവരാണ്. ഏതെങ്കിലും രൂപത്തിൽ, ഏതെങ്കിലും അവസ്ഥകളിലായിക്കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലും ഈ ലോകത്ത് നിന്ന് പോവുക തന്നെ ചെയ്യും. അല്ലാഹ് ഒരു വഴി ഉണ്ടാക്കും, അവൻ ആ വഴിയിലൂടെ അങ്ങോട്ട് പോകും. കാരണം എന്താ? അവന്റെ മരണം അവിടെയാണ്.
സ്വന്തം ഭാര്യയുടെ ഉമ്മ, എന്റെ ഭാര്യയുടെ ഉമ്മ, ഭാര്യയുടെ 3 അനുജത്തിമാര് ഒന്നിച്ച് റെയിൽവേ ട്രാക്ക് മുറിച്ച് കടന്ന് കല്യാണത്തിന് പോവുകയാണ്. കല്യാണത്തിന് പോകുന്ന സന്ദർഭത്തിൽ 2 കുട്ടികൾ റെയിൽ മുറിച്ച് കടന്നിട്ടുണ്ട്. ചെറിയ കുട്ടി അന്ന് 12 വയസ്സാ, റെയിൽ പാളത്തില. ട്രെയിന് വരുന്ന ആരും ശ്രദ്ധിച്ചില്ല, കണ്ടില്ല. ഉമ്മയും ഭാര്യയുടെ നേരെ താഴെ 2 പെൺകുട്ടികളും റെയിൽ മുറിച്ച് കടന്ന് പെട്ടെന്നാണ് ട്രെയിൻ വരുന്നത് കണ്ടത്. ഭാര്യയുടെ ഉമ്മ ഓടി വന്ന് കുട്ടിയെ പിടിക്കാൻ. ഉമ്മയും പോയി, ആ ചെറിയ പെൺകുട്ടിയും പോയി. അള്ളാന്റെ തീരുമാനം അത് റെയിൽ പാളത്തില. അവരാൾ പോയി കിടന്നതല്ല, ആത്മഹത്യ ചെയ്തതല്ല. പക്ഷെ റബ്ബ് ഒരു സ്ഥലത്ത് നമ്മുടെ മരണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, സന്തോഷത്തിന്റെ ഘട്ടങ്ങൾ വരുമ്പോൾ, ആഹ്ലാദത്തിന്റെ ഘട്ടങ്ങൾ വരുമ്പോൾ അമിതമായി സന്തോഷിക്കരുത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പറയുകയുണ്ടായി, ലൗ തഅലമൂന മാ അഅലമു ലലഹഖതും ഖലീലൻ വലബകൈതും കസീറാ. ഞാൻ അറിയുന്ന പല കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ. നിങ്ങൾ ഒരുപാട് കരയുമായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾ അധികം ചിരിക്കുകയാണ്. ചിരിയാണ് അധികം, സംസാരങ്ങളാണ് അധികം. മരണത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. ഒരു സദസ്സിൽ നമ്മൾ കൂടിയിരുന്നാൽ ഭൗതികപരമായ ചർച്ചകളാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ചയല്ല, ദീനിനെ കുറിച്ചുള്ള ചർച്ചയല്ല. അങ്ങനത്തെ ചർച്ചകൾ നടക്കുന്ന സദസ്സുകളിലേക്ക് പങ്കെടുക്കാനും നമുക്ക് താല്പര്യവുമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി മരിക്കുവാൻ, മരണം എവിടെയാണെങ്കിലും ശരി ഈമാനോടുകൂടിയും ഈ ലോകത്ത് വിട പറയുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ മരണത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. സംശയമില്ലാത്ത കാര്യമാണ്. ഒരു ദിവസം കഴിഞ്ഞാൽ നമ്മൾ പോയത് മരണത്തിലേക്കാണ്. നസീറു ഇലൽ ആജാലി ഫീ കുല്ലി ലഹ്ലത്തിൻ വഅയ്യാമുനാ തുത്വാ വഹുന്നാ മറാഹിലു. ഓരോ നിമിഷവും നമ്മുടെ ആയുസ് ഇങ്ങനെ മടക്കാണ്. അതിങ്ങനെ ചുരുട്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ പായം മടക്കാറുണ്ടല്ലോ, ചുരുട്ടി 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 അവസാനം വക്ക് മാത്രമേ ചുരുട്ടാൻ ബാക്കിയുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ആയുസ്. അതിങ്ങനെ ഓരോ ഘട്ടങ്ങളായി മടക്കിക്കൊണ്ടിരിക്കുകയാണ്. മരണം പോലെ ഒരു യാഥാർത്ഥ്യം ഞാൻ വേറെ കണ്ടിട്ടില്ല. ഈ കവി പറയാം, മരണം പോലെ സത്യമായ ഒന്ന്. കാരണം ഈ ലോകത്ത് എന്തൊരു വിഷയമുണ്ടോ അതിനൊക്കെ 2 അഭിപ്രായമുണ്ട്. 2 അഭിപ്രായം ഇല്ലാത്ത ഒന്നും ഈ ലോകത്തില്ല. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ ആളുണ്ട്. പക്ഷേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറയാനും ധൈര്യം കാണിക്കാത്ത ഒരേ ഒരു വിഷയം അത് മരണം മാത്രമാണ്. അതൊരു സത്യമാണ്. അതുകൊണ്ട് ആ കവി പറഞ്ഞത്, വലം അറ, ഞാൻ കണ്ടിട്ടില്ല, മിസ്ലൽ മൗതി ഹഖൻ കഅന്നഹു ഇദാ മാത ഖത്തതുൽ അമാനിയു ബാതിലു. ഒരുപാട് പ്രതീക്ഷകൾ നമ്മൾ വെറുതെ വെച്ചു പുലർത്തിയാലും ആ പ്രതീക്ഷകളെല്ലാം ചിലപ്പോൾ ബാത്തിലായി പോയി. കാരണം എന്താ? പ്രതീക്ഷകൾ പൂർത്തിയാകുന്നതിന് മുമ്പ് നമ്മുടെ മുമ്പിൽ മരണം വന്നെത്തിച്ചേരും. 2008 ഒരുപാട് മരണങ്ങൾക്ക് സാക്ഷിയായ ഒരു വ്യക്തി എന്ന നിലക്കാണ് കാര്യങ്ങൾ അനുഭവത്തിലൂടെ പറയുന്നത്. 2008 അസ്ലം എന്ന പേരുള്ള ഒരു സഹോദരൻ അൽ ഖസീമിൽ ബുറൈദയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഭാര്യയെയും കൂട്ടി നാട്ടിലേക്ക് പോവുക. അന്ന് ഇസ്ലാഹി സെന്ററിൽ ഒരു പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസമായിരുന്നു. പോകുന്നതോ ഒരുപാട് വസ്ത്രങ്ങളുമായിട്ടാണ്, ഒരുപാട് സ്വർണ്ണാഭരണങ്ങളുമായിട്ടാണ്. എന്തിനാ അങ്ങനെ പോകുന്നത്? അദ്ദേഹത്തിന്റെ അനുജത്തിയുടെ കല്യാണമാണ് എന്ന് മാത്രമല്ല, വർഷങ്ങളോളം ഗൾഫിൽ നിന്ന് സമ്പാദിച്ച പണം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത വീട് താമസവുമാണ്. രണ്ടും കൂടി ഒന്നിച്ച് നടത്താൻ നമ്മളൊക്കെ അങ്ങനെ തീരുമാനിക്കാറുണ്ടല്ലോ. അതാണ് അമാനിയകള്, ആഗ്രഹങ്ങള്, പ്രതീക്ഷകള്. അങ്ങനെ ഉണ്ടാക്കിയ പുതിയ വീടിന്റെ താമസം മാറലും സ്വന്തം പെങ്ങളുടെ കല്യാണവും ഒന്നിച്ചു നടത്താൻ ഭാര്യയെയും കൂട്ടി അദ്ദേഹം തിരിക്കുകയാണ്. അൽ ഖസീമിൽ നിന്ന് സ്വന്തം കാറിൽ കയറി പിന്നെ റിയാദ് എയർപോർട്ടിലേക്ക്. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫോൺ കോൾ വരികയാണ്. വാഹനം മറിഞ്ഞു. അപ്പുറത്തെ ട്രാക്കിലേക്ക് പോയിട്ടുണ്ട് വാഹനം. ഭാര്യ ആ നിമിഷം മരിച്ചിട്ടുണ്ട്. മകൾ, ചെറിയ കുട്ടി കൂടെ ഉണ്ടായിരുന്നു. തല പൊട്ടി റോട്ടിൽ കിടന്ന് പിടയുകയാണ്. രണ്ടിലെയും ആ സഹോദരൻ വാരിയെടുത്ത രംഗം ആരെ നോക്കണം? പിടിച്ചു വെക്കാൻ സാധിക്കുമോ ഇപ്പോൾ മരിക്കല്ലേ എന്ന് പറയാൻ? അല്ലെ, നമ്മൾ അതിലറ്റ് സ്നേഹിക്കുന്ന, സ്വന്തം കൂടെ കൊണ്ട് നടക്കുന്ന നമ്മുടെ ആത്മബന്ധുക്കൾ മരണപ്പെട്ടു പോകുമ്പോൾ വേണ്ട സ്വന്തം ജീവനെ പിടിച്ചു വെക്കാൻ ആർക്കെങ്കിലും ഈ ലോകത്ത് സാധ്യമാണോ? അതുകൊണ്ട് അമിതമായ പ്രതീക്ഷകള്, അമിതമായ ആഗ്രഹങ്ങളുമായും ഈ ലോകത്ത് നമ്മൾ നടക്കരുത്. ആ പ്രതീക്ഷകൾ പൂർത്തിയാകുന്നതിന് മുമ്പ് മരണമെന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ കടന്നു വരും. എന്നിട്ട് ആ കവി അവസാനം പറയുകയാണ്, നീ ലോകത്ത് നിന്ന് യാത്രയാകണം.
എങ്ങനെ? മിനദ്ദുനിയ, ഭൂമിയിൽ നിന്നും, ബിസാദിം മിനത്തുഖാ, തഖ്വയുടെ പാഥേയവുമായി കൊണ്ട്. നീ തഖ്വയാൽ പുതക്കപ്പെട്ടവനായിരിക്കണം. തഖ്വ സമാഹരിച്ചുകൊണ്ട്, തഖ്വ നേടിക്കൊണ്ട്, മുത്തഖിയായിക്കൊണ്ട്, അതിനുവേണ്ടി ആരെങ്കിലും സമയം ചിലവഴിച്ചാൽ, അതിനുവേണ്ടി ആരെങ്കിലും പണം ചിലവഴിച്ചാൽ, അതിനുവേണ്ടി ആരെങ്കിലും അധ്വാനം ചിലവഴിച്ചാൽ, അങ്ങനെ തഖ്വ ഉണ്ടാക്കിയെടുത്ത് മുത്തഖിയായിക്കൊണ്ട് ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അവനാണ് വിജയമുള്ളത്. കാരണം നിന്റെ ആയുസ് വളരെ പരിമിതമാണ്, അത് വളരെ ചുരുക്കമാണ്. ലോകത്ത് എല്ലാവരും മരിച്ചു, ഇനി എല്ലാവരും മരിക്കും. കഴിഞ്ഞുപോയ പല ആളുകളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ഇന്ന് അവരെല്ലാം മണ്ണിന്റെ അടിയിലാണ്. മരണം രുചിക്കാത്ത ഒരാളും ഈ ലോകത്തില്ല. ആ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, സക്കറാത്തുൽ മൗത്ത്, അത് അനുഭവിക്കാത്ത ആരും ഈ ലോകത്തില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കിടക്കുന്ന രംഗം, തന്നെ മുമ്പിൽ വെച്ച ഒരു പാത്രം, ആ പാത്രത്തിൽ വെള്ളം, അതിലിങ്ങനെ കൈയിട്ടുകൊണ്ട് ഇടക്ക് പ്രവാചകൻ മുഖം ഇങ്ങനെ തടവുകയാണ്. എന്നിട്ട് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്ന ലിൽ മൗതി സക്കറാത്ത്. അവിടെ അത് പറയാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്കിതിന് കഴിയണം. അല്ലാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്ന ലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് വേദനയുണ്ട്. വജാഅത്ത് സക്കറത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. നീ അകന്നു പോകാൻ ശ്രമിച്ചിരുന്ന ആ സക്കറത്തുൽ മൗത്ത് ഇതാ നിന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നു. സ്വഹാബത്ത് ചോദിക്കുന്ന, റസൂലെ നിങ്ങൾക്ക് വേദനയുണ്ടോ? നിങ്ങൾക്കും വേദനയോ? കാരണം റസൂൽ അങ്ങനെയാണ് അവർ മനസ്സിലാക്കിയത്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അനുഭവിക്കുന്ന വേദനയേക്കാൾ ഇരട്ടി വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആ വേദന കണ്ടുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ സമീപത്തിരുന്ന് കരയുകയാണ്. ഫാത്തിമ പറഞ്ഞു, വാ കർബ അബാ, എന്റെ വാപ്പാക്ക് എന്തൊരു വേദനയാണ്, എന്റെ വാപ്പാക്ക് എന്തൊരു പ്രയാസമാണ് എന്ന് പറഞ്ഞപ്പോൾ ആ മോളെ സമാധാനപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ കർബ അലാ അബീക ബഅദൽ യൗം, മോളെ ഇന്നത്തെ കഴിഞ്ഞാൽ പിന്നെ നിന്റെ വാപ്പാക്ക് വേദനയില്ല. ഇന്നത്തോടുകൂടി വാപ്പാന്റെ വേദന അവസാനിക്കുകയാണ്. ആ മരണമാകുന്ന വേദന അതെല്ലാവർക്കും ഉണ്ടാകും. അത് കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ പിന്നെ വേദന വരരുത്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം. ഖബറിൽ വേദനയുണ്ട്, അതിന് നമ്മൾ സാക്ഷികളാകരുത്. പരലോകത്ത് വേദനയുണ്ട്, അവിടെ നമ്മൾ അതിന് സാക്ഷികളാകരുത്. നരകത്തിൽ വേദനയുണ്ട്, അതിന് സാക്ഷികളാകരുത്. മരണമെന്ന വേദന, സക്കറാത്തുൽ മൗത്ത്, ഇത് എല്ലാവർക്കും അനുഭവിക്കാനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അത് അനുഭവിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോയിട്ടുള്ളത്. സഹോദരങ്ങളെ, ആയുസ് പരിമിതമാണ്, മരണം നിർമ്മിതമാണ്, അതിന് സമയം സുനിശ്ചിതമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമുഅ നമസ്കരിച്ച പലരും ഇന്ന് നമ്മുടെ കൂടെ നമസ്കരിച്ചിട്ടില്ല. ഈ കൂടിയിരിക്കുന്ന ആളുകളിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കെങ്കിലും നാട്ടിൽ നിന്ന് ഫോൺ വന്നിട്ടുണ്ടായിരിക്കും, ദാ ഇന്ന ആള് മരിച്ചു, ഇന്ന സഹോദരൻ മരിച്ചു. ഇല്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഓരോ ദിവസവും നമ്മൾ പത്രം വായിച്ചു കൊണ്ടിരിക്കുന്നു, ചരമകോളം കാണുകയാണ്. അതിൽ ആ പ്രായമൊന്ന് പരിശോധിച്ച് നോക്കുക, 35, 40, 45. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഞാൻ 30-ലാണ്, ഞാൻ 40-ലാണ്, ഞാൻ 50-ലാണ്. ഫോട്ടോ കാണാറുണ്ട്, ചരമകോളത്തില് ചെറുപ്പക്കാരാണ്. വാഹനം ഇടിച്ചു മരിച്ചു, ബൈക്കിടിച്ചു മരിച്ചു, കുഴഞ്ഞു വീണ് മരിച്ചു, ജോലിക്ക് പോകവേ മരിച്ചു, ഉറങ്ങാൻ കിടന്ന് ഉണർന്നപ്പോൾ പിന്നെ ഉണരുന്നില്ല, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീണ് മരിച്ചു. എന്തെല്ലാം രംഗങ്ങൾ, എന്തെല്ലാം അനുഭവങ്ങൾ. അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കാത്തവനാരോ അവനാണ് ഏറ്റവും വലിയ വിഡ്ഢി. നമ്മൾ ചരമകോളം ഒരു പത്രം എന്ന നിലക്ക് മാത്രം വായിച്ചാൽ പോരാ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുകയും ചെയ്യുക. അപ്പോ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നവർ, ഭൂമിക്ക് മുകളിൽ ഉണ്ടായിരുന്നവർ ഇന്ന് ഭൂമിക്ക് അടിയിൽ. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മരണം വരെ ഉറപ്പാ, അത് വരാതിരിക്കാൻ മാർഗമൊന്നുമില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം, തസവ്വദ് മിൻ മആശിക ലിൽ മആദി വഖും ലില്ലാഹി വഅമൽ ഖൈറ സാദി. തസവ്വദ്, നീ ഒരുക്ക്, നിന്നെ പെട്ടി നന്നായിട്ട് കെട്ടുക, പെട്ടിയിൽ കുത്തി നിറക്കുക. നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ എങ്ങനെയാണ് കുത്തി നടക്കാൻ കഴിയുക? അങ്ങനെ നടക്കാറുണ്ടല്ലോ. ദാ പരലോക യാത്ര നിന്റെ മുമ്പിലുണ്ട്, മരണം എന്ന വിളിയാളം നിന്റെ മുമ്പിലുണ്ട്. തസവ്വദ്, നീ ഒരുങ്ങിക്കോ. മിൻ മആശികം, നിന്റെ ഈ ജീവിതത്തിൽ, ലിൽ മആദ്, മടങ്ങാൻ വേണ്ടി നീ ഒരുങ്ങണം. വഖും ലില്ലാഹി വഅമൽ ഖൈറ സാദി, അല്ലാഹുവിന് വേണ്ടി നീ നിലകൊള്ളുക. ഇബാദത്തിലൂടെ, ആരാധനകളിലൂടെ, ദീനീ പഠനങ്ങളിലൂടെ, സംസ്കരണങ്ങളിലൂടെ, ദഅവത്തിലൂടെ, വഖും ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി നീ നിലകൊള്ളുക. വഅമൽ ഖൈറ സാദി, ഏറ്റവും നല്ല പാഥേയം, ഏറ്റവും നല്ല യാത്രക്കുള്ള ഒരുക്കം നീ ഉണ്ടാക്കി വെക്കുകയും ചെയ്യുക. വലാ തജ്മഅ മിനദ് ദുനിയാ കസീറൻ ഫഇന്നൽ മാല യുജ്മഉ ലിന്നഫാദി. വലാ തജ്മഅ മിനദ് ദുനിയാ കസീറ, ദുനിയാവിൽ നീ അധികമൊന്നും സമ്പാദിക്കണ്ട.
ഒരുപാടുണ്ടാക്കണ്ട. കാരണം എത്ര ഉണ്ടാക്കിയാലും എല്ലാം നശിക്കാനുള്ളതാ. എത്ര സമ്പാദിച്ചാലും ഇന്നങ്ങോട്ട് മരിച്ച നമ്മൾ ആരും അതുകൊണ്ട് പോകുന്നില്ല. പക്ഷെ ഇനി സമ്പാദിക്കണ്ടെന്നോ അധ്വാനിക്കണ്ടെന്നോ അല്ല, അള്ളാന്റെ മാർഗത്തിൽ ചിലവഴിക്കുക, അല്ല പറഞ്ഞ പോലെ ചെയ്യുക, അല്ല പറഞ്ഞ വഴിയിലൂടെ മാത്രം സമ്പാദിക്കുക. അപ്പോ ആ ഒരു ബോധത്തോടു കൂടി ഇതാ മുമ്പിൽ ഇപ്പം മരണമുണ്ട്, എനിക്കറിയില്ല, ചിലപ്പോ എന്നെ ഇങ്ങനെ നോക്കി ചിരിക്കുകയായിരിക്കാം. അങ്ങാടിയിലൂടെ ഞാൻ നടക്കുന്നു, ടെക്സ്റ്റൈൽസിന് മുമ്പിലെത്തിയും എനിക്ക് പറ്റിയ നല്ല പാന്റ് ഞാൻ തിരയുകയാണ്, എവിടെ ടൈറ്റ് ഉള്ളത് കിട്ടുക. സഹോദരിമാര് തിരയുന്നു, അവർക്ക് ഇഷ്ടമുള്ള പർദ്ദകൾ, ശരീരം പുറത്ത് കാണിക്കാൻ പറ്റുന്ന, തുറിപ്പിച്ച് കാണിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പർദ്ദകൾ എങ്ങനെ കിട്ടും? നിര്യാണിക്ക് താഴെ നീണ്ടുപോകുന്ന നരകത്തിന്റെ വസ്ത്രമായ പാന്റും ഞാനിങ്ങനെ അന്വേഷിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ ഷെൽഫിൽ ചിരിക്കുകയാണ് ആര്? നമ്മുടെ കഫൻ പുടവ. നമ്മൾ അപ്പം നോക്കൂല, അങ്ങോട്ട് ചിന്തിക്കുന്നില്ല, അതവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ആയുസ് അങ്ങോട്ട് തീർന്നാൽ, ശ്വാസോച്ഛ്വാസം നിലച്ചു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങാൻ പോകണ്ട, കുടുംബത്തിൽ ആരെങ്കിലും പോകും, അയൽവാസി പോകും അത് വാങ്ങാൻ. അപ്പൊ നമ്മൾ നമ്മുടെ അളവ് പോലും എടുക്കേണ്ട ആവശ്യമില്ല, അവരത് വാങ്ങി വരുന്നു. സുഹൃത്തുക്കളെ, നമുക്കൊക്കെ പ്രവേശിക്കാനൊരു കവാടമാണ് മരണം. ആ മരണം എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാത്ത ഒരാളും തന്നെയില്ല. അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശിഅരി ഫബാദൽ മൗതി മദ്ദാറു. അൽ മൗതു ബാബുൻ, മരണം ഒരു വാതിലാണ്, കവാടമാണ്. വകുല്ലു നാസി ദാഖിലുഹു, എല്ലാവരും അതിലൂടെ പ്രവേശിക്കും. യാ ലൈത ശിഅരി ഫബാദൽ മൗതി മദ്ദാറു. എനിക്കറിയേണ്ടത് ഈ വാതിലിലൂടെ കടന്നാൽ പിന്നെ എങ്ങോട്ട്? വാതിൽ അങ്ങോട്ട് കടന്ന് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തേക്ക് വരാൻ കഴിയില്ല. അപ്പുറത്തേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ നരകത്തിന്റെ ആ അതിഭീകരമായ കാഴ്ചകളിലേക്കാണോ ഞാൻ പോകുന്നത്, അതോ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ കേന്ദ്രത്തിലേക്കാണോ ഞാൻ പോകുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഈ ലോകത്ത് നമ്മൾ കഴിയുന്ന പോലെ ചെയ്യാം, കഴിവിന്റെ പരമാവധി അധ്വാനിക്കുക. ഒരു നിമിഷം, ഒരു മണിക്കൂർ കഴിയുമ്പോൾ അതിൽ എന്ത് സൽക്കർമ്മം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് സ്വയം ആലോചിക്കുക. കാരണം ഒരു രോഗവുമില്ലാത്ത ആരോഗ്യ ദൃഢഗാത്രരായിട്ടുള്ള എത്രയെത്ര ആളുകളാ മരിച്ചു പോകുന്നത്. എന്നാൽ ദാ ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന എത്രയെത്ര രോഗികളാ കട്ടിലിൽ കിടക്കുന്നത്. അവനോ ബുദ്ധിമുട്ടി, ആളുകൾ ബുദ്ധിമുട്ടി, കുടുംബക്കാരെ ബുദ്ധിമുട്ടി, പലരും ആഗ്രഹിക്കുന്നുവെന്ന് അവസാനിച്ചിരുന്നുവെങ്കിൽ എന്ന് അവൻ മരിക്കാതെ കട്ടിലിൽ കിടക്കുകയാണ്. കാരണം മരണം തീരുമാനിക്കേണ്ടവർ നമ്മളല്ല. അതേ സ്ഥാനത്തോ ആരോഗ്യമുള്ള യുവാക്കളായ ചെറുപ്പക്കാർ യാത്രയാവുകയും ചെയ്യുന്നു. എത്രയെത്ര യുവാക്കളാണ്, എത്രയെത്ര ചെറുപ്പക്കാരാ, അവർ ചിരിച്ചും ആഹ്ലാദിച്ചും രാവും പകലും കഴിച്ചു കൂട്ടുന്നു. അവന്റെ കഫൻ പുടവ അവിടെ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് അവൻ ബോധവാനല്ല, അതവൻ ആലോചിക്കുന്നില്ല. എത്രയെത്ര പിന്നെ പുതുനാരിമാര്, ആദ്യ രാത്രിയിൽ ഒരു ഭർത്താവ് തന്റെ പിന്നെ മണിയറയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ കാത്തിരിക്കുന്ന ഭാര്യയെ പ്രതീക്ഷിച്ച് കടന്നു ചെന്ന ഭർത്താവിന് കാണാൻ കഴിഞ്ഞത് ബെഡിൽ വീണ് കിടക്കുന്ന ഭാര്യയെ. നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള ഉച്ചക്ക് പിടിച്ചു വെക്കാൻ കഴിയോ? തടഞ്ഞു വെക്കാൻ കഴിയുമോ നമുക്ക്? ജീവിതത്തിൽ കാലങ്ങളായി കൊണ്ടു നടന്ന ആ മനസ്സിന്റെ ആഗ്രഹം അല്ലെ, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ രാത്രി അവൻ വാതിൽ തുറന്ന റൂമിലേക്ക് കയറിയപ്പോൾ അവൻ കണ്ടത് പ്രതീക്ഷിച്ച ഭാര്യ അതാ മരിച്ചു കിടക്കുന്നു. ആരോടെ സങ്കടം പറയാ? സങ്കടം തീരും കുറച്ചു കഴിഞ്ഞാൽ. പക്ഷേ പോയവൻ പോയി, അവൻ എങ്ങോട്ട്? നമ്മൾ ആ നിലക്ക് ചിന്തിക്കുക. അതാ പറഞ്ഞത് കവി, എത്രയെത്ര പിന്നെ ഭാര്യമാരെയാണ്, അങ്ങനെ എത്രയെത്ര ആളുകളെയാണ് തയ്യാറാക്കി ഒരുക്കി വെച്ചത്. പക്ഷേ ആ രാത്രിയിൽ അവരുടെ ജീവിതം അവസാനിക്കുന്നു. വാപ്പ രാത്രി കടക്കാൻ സന്ദർഭത്തിൽ കുട്ടികളെ അണച്ചുകൂട്ടി കഥകൾ പറഞ്ഞു കൊടുക്കുക. വല്യാപ്പ കൂടെ കിടക്കാൻ മക്കളുടെ പേരമക്കളുടെ, വല്യാപ്പ ഒരു കഥയും കൂടി. വല്യാപ്പ നാളെ പറയാം മക്കളെ, കടന്നുറങ്ങി. നേരം പുലർന്ന് പേരക്കുട്ടികളെ ഓടി വരെ വല്യാപ്പയുടെ അടുക്കലേക്ക് കഥ കേൾക്കാൻ, ബാക്കി കഥ കേൾക്കാൻ. പക്ഷേ മറ്റൊരു കഥയുടെ ലോകത്തേക്ക് വല്യാപ്പ യാത്രയായി. ഇത്രയും മരണത്തിന്റെ കാര്യമുള്ളൂ. അതുകൊണ്ട് ആ ഒരു ബോധം നമ്മുടെ മുമ്പിൽ നമ്മൾ എപ്പോഴും ഉണ്ടാകണം. നമുക്ക് തടഞ്ഞു വെക്കാൻ കഴിയുന്ന ഒന്നല്ലത്. അല്ല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മളോട്, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ആത്മാവ് തൊണ്ടക്കുഴിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തേ നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ സാധ്യമല്ലാത്തത്? സ്വന്തം ശരീരത്തിനാണല്ലോ പോണത്. നമുക്ക് എല്ലാം നിയന്ത്രിക്കാൻ കഴിയും, എല്ലാം പിടിച്ചു വെക്കാൻ കഴിയും. പക്ഷേ
ആത്മാവ് ശരീരത്തിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, അത് തൊണ്ടക്കുഴിയിലേക്ക് എത്തുമ്പോൾ എന്തേ നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ സാധിക്കാത്തത്? വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. മരിക്കാൻ കിടക്കുന്ന വ്യക്തി അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അല്ലാഹു പറയുന്നു വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ, അവിടെ ആ മയ്യത്തിന് സമീപത്ത് നിങ്ങളുടെക്കാളെല്ലാം അടുത്തായിക്കൊണ്ട് ഞാൻ നിൽക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ കാണുന്നത്. സെന്ററിന്റെ മുൻവശമുള്ള വില്ലക്കരികിൽ പാർക്ക് ചെയ്തിട്ടുള്ള വണ്ടികൾ മാറ്റിക്കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസുണ്ട് അവിടെ, അപ്പോൾ ആള് ആരാച്ച മാറ്റിക്കൊടുക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഉപദേശം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അക്തറുഹും ലിൽ മൗതി ദിക്റ, ആരാണ് ബുദ്ധിമാൻ? മരണത്തെക്കുറിച്ചുള്ള ചിന്തയും അതിനെക്കുറിച്ചുള്ള ഓർമ്മയും സദാ ആരുടെ മനസ്സിലുണ്ടോ, ആരാണോ അതിനെക്കുറിച്ച് കൂടുതൽ ഓർക്കുന്നത്, അവനാണ് ബുദ്ധിമാൻ. ഈ ബോധമുള്ള ആളുകൾ സ്വന്തം ഭാര്യയെ, സ്വന്തം സഹോദരിയെ ശരിയായ ഇസ്ലാമിക വസ്ത്രം ധരിപ്പിക്കാതെ അങ്ങാടിയിലേക്ക് പറഞ്ഞയക്കൂല. അതാ മരണചിന്ത കൊണ്ടുള്ള ബോധം, ഫലം അതാണ് ഉണ്ടാകേണ്ടത്. ആ ഒരു ചിന്തയുള്ള മനുഷ്യൻ പലിശ വാങ്ങാൻ മുതിരുകയില്ല. ആ ഒരു ചിന്തയുള്ള മനുഷ്യൻ നമസ്കാരം ഒഴിവാക്കുകയില്ല. ആ ഒരു ചിന്തയുള്ള മനുഷ്യൻ ദൈവികമായ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് താന്തോന്നിയായി ജീവിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ദിവസം അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ജാഅത്തിർ റാജിഫ, ഇതാ റാജിഫ വന്നിരിക്കുന്നു. റാജിഫ എന്ന് പറഞ്ഞാൽ തകർത്ത് കളയുന്ന വിനാശകാരിയായതാ വന്നിരിക്കുന്നു. തത്ബഉഹർ റാദിഫ, അതിന് പിന്നാലെ മറ്റൊന്ന് അതിനേക്കാൾ ഗൗരവമുള്ളത് ഇതാ വന്നിരിക്കുന്നു. ഇതാണ് ചില കാര്യങ്ങൾ കൂടി. മുൻഗാമികളിൽപ്പെട്ട യസീദ് എന്ന് പറയുന്ന ഒരു മഹാനായ വ്യക്തി, അദ്ദേഹം തൻ്റെ മരണത്തെ സംബന്ധിച്ച് ആലോചിച്ച് ചിന്തിച്ച് കുറേ നേരം ഇരുന്ന് അവസാനം അദ്ദേഹം ചോദിക്കുകയാണ്, യാ യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അലാ തബ്കൂൻ വ തനൂഹൂന അലാ അൻഫുസിക്കും ബാക്കി ഹയാത്തിക്കും, ഇനി നിങ്ങളുടെ ബാക്കിയുള്ള ആയുസ്സിലെങ്കിലും നിങ്ങൾ കരയുന്നില്ലേ? ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അൽ മൗത്തു ത്വാലിബുഹു, മരണം അവനെങ്ങനെ തേടി നടക്കുക, മരണം അവന്റെ പിന്നാലെ അവൻ അന്വേഷിച്ച് നടക്കുകയാണ്. വൽ ഖബറു ബൈതുഹു, അവന് ചെന്ന് കിടക്കാനുള്ള വീട് ഖബറാണ്. വത്തുറാബു ഫിറാശുഹു, മണ്ണ് അവന്റെ വിരിപ്പാണ്. വദ്ദൂദു അനീസുഹു, ആ ഖബറിലെ പുഴുക്കൾ അവന്റെ കൂട്ടുകാരാണ്. വബഅദ ദാലിക യംതളിറുൽ ഫസ്അൽ അക്ബർ, അതിനുശേഷം ഭയാനകരമായ ആ ഖിയാമത്ത് നാളിനെ അവന് പ്രതീക്ഷിച്ച് കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഇനി ബാക്കിയുള്ള ദിവസമെങ്കിലും, ആയുസ്സിന്റെ ബാക്കി കാലമെങ്കിലും, സമയമെങ്കിലും നിങ്ങൾ കരയുന്നില്ല എന്ന് ആ മഹാനായ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഇവിടെ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നില്ല എങ്കിൽ നമുക്കൊക്കെ ഒരു സമാധാനമായിരുന്നു. മരണവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഏത് വചനങ്ങളും അതിന്റെ അവസാന ഭാഗം എന്താ പറയുന്നത്? പിന്നെ നിങ്ങൾ മടങ്ങും. മരിച്ചങ്ങോട്ട് മണ്ണിൽ ചേർന്ന് നമ്മൾ പുഴുക്കൾ തിന്ന് നശിച്ച് ദ്രവിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നിനും ഭയപ്പെടാനില്ല. പക്ഷേ മരണത്തെ സൂചിപ്പിക്കുന്ന ഏതെല്ലാം വചനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതിന്റെ എല്ലാ മിക്ക ഭാഗങ്ങളിലും നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞ ആ ആയത്തിന്റെ അവസാനം തുമ്മയിലാ റബ്ബിക്കും തുർജഊൻ, പിന്നെ നിങ്ങൾ റബ്ബിലേക്ക് മടങ്ങുമെന്നാ പറയുന്നത്. നിങ്ങൾ ഓടി അകലാൻ ശ്രമിക്കുന്ന മരണം എന്ന് പറഞ്ഞ ആ ആയത്ത് അതിന്റെ അവസാനം പിന്നെ നിങ്ങൾ മടക്കപ്പെടുകയാണ് ആരിലേക്ക്? രഹസ്യങ്ങൾ അറിയുന്ന, പരസ്യങ്ങൾ അറിയുന്ന അള്ളാഹുവിലേക്ക്. എന്നിട്ടോ അവൻ നിങ്ങളുടെ ചെയ്തികളെ കുറിച്ചും നിങ്ങളെ അറിയിക്കുന്നതാണ്. അങ്ങനെ മരണവുമായി ബന്ധപ്പെട്ട ഏതെല്ലാം വചനങ്ങളുണ്ടോ അതിന്റെ അവസാന ഭാഗമെല്ലാം നമ്മുടെ മടക്കത്തെ കുറിച്ചാണ് പറയുന്നത്, അള്ളാഹുവിലേക്കുള്ള യാത്രയെ കുറിച്ചാണ് പറയുന്നത്. സഹോദരങ്ങളെ, മരണത്തെ ഓർക്കാൻ സഹായിക്കുന്ന ഏതാനും ചില ഘടകങ്ങളുണ്ട്, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഖബർ സന്ദർശനം എന്ന് പറയുന്നത്. ഈ ഒരു ലക്ഷ്യത്തോടു കൂടി ഇന്നേ വരെ നമ്മൾ ചിലപ്പോൾ ഖബർ സന്ദർശിച്ചിട്ടുണ്ടാവുകയില്ല. ചിലപ്പോൾ നാട്ടിൽ പോയി ഏതെങ്കിലും സഹോദരൻ മരിച്ച് ഒന്ന് പോയി വന്നു എന്നുള്ളതല്ലാതെ എന്റെ മരണത്തെക്കുറിച്ചുള്ള ഒരു ബോധമുണ്ടാകാൻ ഞാൻ ഖബർ സിയാറത്ത് ചെയ്യട്ടെ എന്നുള്ള ഒരു നിയത്തോടു കൂടി പലപ്പോഴും നമ്മൾ ഖബർ ാവുകയില്ല എന്നുള്ള സത്യമാണ്. ബിദ്അത്തുകൾ നമ്മൾ എതിർക്കാറുണ്ട്. ബിദ്അത്തുകളെ എതിർത്ത് ഉള്ള സുന്നത്തുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ,
ഖബർ സന്ദർശനം ആദ്യ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളെ തൊട്ട് നിരോധിച്ചു. ഫസൂറുഹാ, ഇനി നിങ്ങൾ സന്ദർശിച്ചു കൊള്ളുക. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, കാരണം അത് പരലോകത്തെ ഓർമ്മിപ്പിക്കും. ഫഇന്നഹാ തരിഖുൽ ഖൽബ്, അത് നിങ്ങളുടെ ഹൃദയത്തെ ലോലമാക്കും. വതുദ്മിഉൽ ഐൻ, കണ്ണുകളെ കരയിപ്പിക്കും. വതുദക്കിറു ബിൽ ആഖിറ, പരലോക ചിന്തയുണ്ടാക്കും. അങ്ങനെ പല ഹദീസുകൾ തുദക്കിറുകുമുൽ മൗതാ, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാക്കും. അതിനാണ് ഖബർ സന്ദർശനം. ഖബർ സന്ദർശനം. അങ്ങനെ ഖബർ സന്ദർശിക്കാൻ ചെന്നിട്ട് ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾ അവിടെ നിന്ന് ആലോചിക്കണം. ഇന്നലെ ആരായിരുന്നു? ഇന്നലെ അവൻ എവിടെയായിരുന്നു? എന്നെപ്പോലെ ആരോഗ്യമുള്ള, എന്നെപ്പോലെ സമ്പത്തുള്ള, എന്നെപ്പോലെ കഴിവുള്ള മനുഷ്യൻ ഇന്നവൻ നിർജീവമായി കിടക്കുകയാണ്, അനങ്ങാൻ സാധിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ? സ്വന്തത്തോട് പറയാം, സഹോദര, നമ്മോട് പറയാം, മനുഷ്യ, ഇന്നലെ കൊട്ടാരങ്ങളിൽ കഴിഞ്ഞവൻ ഇന്ന് ഈ മൺകുടിലിൽ കഴിയുന്നു എങ്കിൽ, മണ്ണിനടിയിൽ കഴിയുന്നു എങ്കിൽ, ഇന്ന് കൊട്ടാരത്തിൽ വസിക്കുന്ന ഞാൻ നാളെ ഈ മണ്ണിനടിയിലേക്ക് പോകേണ്ടവനാണ്. അവൻ പോയി ഖബറിനടിയിൽ താമസം തുടങ്ങിയപ്പോൾ അവന്റെ സമ്പത്ത് മുഴുവൻ കുടുംബക്കാർ ഓഹരി വെച്ചെടുത്തു, ഒന്നും അവന് കിട്ടിയിട്ടില്ല. ആലോചിക്കുക വാക്ക്. ഖബറിലേക്ക് പോയി കിടക്കുന്ന മനുഷ്യന്റെ സമ്പത്ത് ആര് കൊണ്ടുപോയി? അവന്റെ വാപ്പ, അവന്റെ ഉമ്മ, അവന്റെ ഭാര്യ, മക്കള്, ജ്യേഷ്ഠാനുജന്മാരും എല്ലാവരും ഓഹരി വെച്ചെടുത്തു. ഈ പോയവനോ ഒന്നുമില്ല. അവന്റെ ഭാര്യ, ആ ഭാര്യ മറ്റൊരുത്തിന് വിവാഹം കഴിച്ചു. കല്യാണം കഴിഞ്ഞ സന്ദർഭത്തിൽ പൊന്നാണ്, മുത്താണ്, ചക്കരയാണ്, വേറെ ഭർത്താവില്ല, എല്ലാം പറഞ്ഞിരുന്നു, ശരിയാണ്. പക്ഷേ മരിച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ വേറെ ഒരുത്തന്റെ ഭാര്യയായി മാറി. ഇന്ന് അവളുടെ രാത്രികൾ മറ്റൊരുത്തന്റെ കൂടെയാണ്. നിക്കാഹ് കഴിഞ്ഞു, ഇവൻ ഇപ്പോഴും തനിച്ച. അപ്പൊ പണം ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടു, മക്കളുണ്ടോ? ഇല്ല, അവരും കൂടെയില്ല. എന്ന് പറഞ്ഞാൽ എന്താണ് ഖബറിൽ ഉപകരിക്കുന്ന ഒന്ന്? ഈമാനും അമലു സ്വാലിഹാത്തും മാത്രം. അതുകൊണ്ട് ഹറാം ഹലാൽ വേർതിരിവില്ലാതെ സമ്പാദിക്കുമ്പോൾ, ഓടിപ്പായുമ്പോൾ മക്കളെ നോക്കണ്ടേ, മക്കളെ പോറ്റണ്ടേ, കുടുംബത്തിന് പണമയച്ചു കൊടുക്കണ്ടേ എന്നുള്ള ആ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഹറാം ഹലാൽ വേർതിരിവില്ലാതെ അധ്വാനിക്കുന്ന സഹോദരങ്ങളെ മരിച്ചാൽ, ഖബറിൽ പോയി കിടന്നാൽ വാപ്പയില്ല, ഉമ്മയില്ല, പണമില്ല, സമ്പത്തില്ല, സ്വന്തം ഭാര്യ പോലുമില്ല, അവിടെ പോലും വേറൊരുത്തിന് കല്യാണം കഴിക്കാനും ഇസ്ലാം അനുവാദം കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്റെ കർമ്മം മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു ചിന്ത ഖബറിന്റെ മുമ്പിൽ നിന്ന് പോയാൽ വരും. എന്നിട്ട് പറയണം, യാ നഫ്സ്, അല്ലയോ ആത്മാവേ, മനസ്സേ, തൂബി ഇലല്ലാഹ്, തൗബ ചെയ്ത് മടങ്ങിക്കോ അല്ലാഹുവിലേക്ക് എന്ന് സ്വന്തത്തോട് പറയാൻ നമുക്ക് ഖബർ സന്ദർശനം ഉപകരിക്കും. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറിന്റെ സമീപത്ത് പോയി നിന്ന് കരയാറുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, തുദുക്കറുൽ ജന്നത്തു വന്നാറു ഫലാ തബ്കി, നരകവും സ്വർഗവും പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കരയാറില്ലല്ലോ, ഖബർ കാണുമ്പോൾ ഇങ്ങനെ കരയുന്നത് താങ്കൾ? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ ഖബറു അവ്വലു മനാസിലിൽ ആഖിറ, പരലോക ഭവനങ്ങളിലെ ഒന്നാമത്തെ ഘട്ടമാണ് ഖബർ. അതിൽ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ ഫമാ ബഅദഹു ഐസറ മിൻഹു, അതിനു ശേഷമുള്ളത് എളുപ്പമാണ്. അല്ല, അവിടെ പ്രയാസമാണെങ്കിലോ അതിന് അപ്പുറമുള്ളത് അതിനേക്കാൾ പ്രയാസമാണ്. അതുകൊണ്ട് ആ ഒരു ഖബറിന്റെ മുമ്പിൽ പോയി നമ്മൾ അത്തരം കാര്യങ്ങൾ ആലോചിക്കുക, എങ്കിൽ മരണത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കാൻ നമുക്ക് സാധിക്കും. രണ്ടാമത്തേത്, മരിക്കാരായി കിടക്കുന്ന ആളുകളെ സന്ദർശിക്കുക. 2, രോഗം മൂർച്ഛിച്ച് അബോധാവസ്ഥയിലായി പോയി കിടക്കുന്ന, അല്ലെങ്കിൽ രോഗത്തിന്റെ അങ്ങേയറ്റത്തേക്ക് എത്തിയ പല ആളുകളുമുണ്ട്. രോഗമുണ്ടെങ്കിൽ തന്നെ പോയി സന്ദർശിക്കുക, അവരുടെ അപ്പോഴത്തെ അവസ്ഥ. എന്നിട്ട് എന്നെക്കുറിച്ചും ആലോചിക്കുക. ഇന്നലെ ആരോഗ്യവാനായിരുന്നു, ഇന്നലെ എല്ലാം കഴിഞ്ഞിരുന്നു, സാധിച്ചിരുന്നു, പക്ഷേ ഇന്ന് അവൻ കിടക്കുകയാണ്, തിരിയാനും മറിയാനും പോലും സാധിക്കുന്നില്ല. ഈ അവസ്ഥ നാളെ എനിക്കും വരും എന്ന് നമ്മൾ സ്വയം ആലോചിക്കുക. ചിലപ്പോൾ മരിക്കുന്നതും കാണാം. ആത്മാവ് വേർപിരിയുന്ന രംഗം, കാലിട്ടടിക്കുന്ന രംഗം, കാലുകൾ കൂട്ടിപ്പിണക്കുന്ന രംഗം. കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖ് ബിസ്സാഖ് ഇലാ റബ്ബിക യൗമൈദിനിൽ മസാഖ്. കണങ്കാലുകൾ കൂട്ടിപ്പിണച്ചുകൊണ്ട് അവൻ മരണവെപ്രാളത്തിൽ അകപ്പെട്ട സന്ദർഭമാണ്. അവൻ ഉറപ്പിച്ചു പോകും, ഇതാ എന്റെ ജീവിതം അവസാനിക്കുകയാണ്. ഇലാ റബ്ബിക യൗമൈദിനിൽ മസാഖ്, ഇനി മടക്കം അല്ലാഹുവിലേക്കാണ്. ആ രംഗം നമ്മൾ നേരിട്ട് കാണാൻ വേണ്ടി ചെല്ലുക. രോഗഗ്രസ്തരായി കിടക്കുന്ന ആളുകളെ സന്ദർശിക്കുക. നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കാൻ പ്രചോദനം നൽകുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, മയ്യിത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുക. അത് നമ്മൾ കുടുംബക്കാർ മരിച്ചാൽ മാത്രം പോവുക, തൊട്ട അയൽവാസി മരിച്ചാൽ മാത്രം പോവുക അല്ല. സൗകര്യമുണ്ടെങ്കിലും ഏത് മുസ്ലിം സഹോദരൻ മരിച്ചാലും ആ മയ്യിത്ത് നമസ്കാരത്തിൽ നമ്മൾ പങ്കെടുക്കണം. 2-3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ പരലോകത്തെ പ്രതിഫലം. മറ്റൊന്നെന്താ, അവിടെ നമ്മൾ ആലോചിക്കുക, ഇന്ന് ഞാൻ നമസ്കരിക്കുന്നു ഇവന് വേണ്ടി, നാളെ ഇതേപോലെ എന്നെ മുമ്പിൽ കിടത്തി
ആളുകൾ എനിക്ക് വേണ്ടി നമസ്കരിക്കും. ഇന്നിതാ ഇവനെ ചുമലിൽ വഹിച്ചു കൊണ്ടുപോവുകയാണ്, നാളെ ആളുകൾ എന്നെ ചുമലിൽ വഹിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ഒരുങ്ങണം, ഞാൻ സമ്പാദിക്കണം പരലോകത്തേക്ക് വേണ്ടി എന്നുള്ള ബോധം നമ്മുടെ മുമ്പിൽ മനസ്സിൽ ആ സന്ദർഭത്തിൽ ഉണ്ടാകും. മരിച്ചു പോകുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുപോകൂല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. യത്ബഉൽ മയ്യിത സലാസ, 3 വസ്തുക്കൾ മയ്യത്തിന്റെ കൂടെ പോകും. അഹ്ലുഹു, അവന് കുടുംബക്കാർ പോകും. വമാലുഹു, അവനെ വാഹനത്തിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ആ വാഹനം കൂടെ ഉണ്ടാകും. വഅമലുഹു, അവന്റെ കർമ്മങ്ങളും കൂടെ ഉണ്ടാകും. 3 കാര്യങ്ങളാണ്: കുടുംബം, സമ്പത്ത്, കർമ്മം. ഈ 3 കാര്യങ്ങൾ മയ്യത്തിന്റെ കൂടെ ഉണ്ടാകും. ഫയർജിഉ ഇസ്നാൻ, എന്നിട്ട് ആ സഹോദരനെ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ 2 മടങ്ങും. ആരാ മടങ്ങുക? വാപ്പ മടങ്ങി, ഉമ്മ മടങ്ങി. ഇന്നലെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന വാപ്പാക്കും ഭർത്താവിനും നമ്മൾ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ 42 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആർക്കും വേണ്ട, കാരണം മണക്കാൻ തുടങ്ങും. എത്രയുള്ള മനുഷ്യന്റെ കാര്യം. ഇന്നലെ നമ്മൾ എങ്ങനെ അടുപ്പിച്ചവരാണ്, ഇന്നലെ നമ്മൾ എങ്ങനെ സ്നേഹിച്ചവരാണ്. പക്ഷെ അവർ 24 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ആ ശരീരം ആർക്കും വേണ്ട, മണക്കാൻ തുടങ്ങി. അതിനെ പോഷിപ്പിക്കാനാ നമ്മളൊക്കെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ആലോചിക്കുക. അങ്ങനെ കൊണ്ടുപോയി വെക്കും. ആ കർമ്മങ്ങൾ മാത്രം അവന്റെ കൂടെ നിൽക്കും. ബാക്കിയുള്ള കുടുംബവും സമ്പത്തും തിരിച്ചു പോരുകയും ചെയ്യും. അതുകൊണ്ട് തിരിച്ചു പോരുന്നതിന് വേണ്ടിയിട്ടല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അവിടെ നിലനിൽക്കുന്നത് എന്തോ അതിനു വേണ്ടി പ്രവർത്തിക്കുക. ഖബറിലേക്ക് അങ്ങോട്ട് വെച്ചാൽ ഒരു ഇടുക്കം, ഒരു ഞെട്ടിക്കലുണ്ട് എന്ന് എല്ലാവർക്കും ഉണ്ടത്. ഇന്നലിൽ ഖബരി ലഗ്തതൻ, ഇന്നലിൽ ഖബരി ലഗ്തതൻ, ഖബറിൽ വെച്ച ഉടനെ ഒരു ഞെരുക്കലുണ്ട്. ലൗ നജാ മിൻഹു അഹദുൻ ലനജാ സഅദ് ഇബ്നു മുആദ്, ആ ഇടുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നു എന്നാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താ കാരണം? സഅദ് റളിയല്ലാഹു അൻഹു ഹുദൈബിയ യുദ്ധം കഴിഞ്ഞിട്ട് ശരീരത്തിൽ ശക്തമായ മുറിവുകളേറ്റ് മദീന പള്ളിയുടെ ഒരു മൂലയിലും ചെറിയൊരു ടെന്റ് ഉണ്ടാക്കിയിട്ട് പ്രവാചകൻ ചികിത്സിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അവിടെ കിടത്തി. ഒരു ഡോക്ടറെ ഏൽപ്പിച്ചു കൊടുത്തു. സ്വഹാബികൾ എല്ലാവരും കൂടി പള്ളിയിൽ ഇരിക്കുകയാണ്. ഒന്നിച്ചവരിയ്ക്കുമ്പോൾ പെട്ടെന്ന് രക്തമത വാർന്നു വരുന്നു. ആ രക്തം വന്നപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, റസൂലെ നോക്കൂ, രക്തമാണ് വരുന്നത്. ഉടനെ നോക്കുന്നത് ഈ സഅദ് റളിയല്ലാഹു അൻഹു അടുക്കലേക്കാം. അദ്ദേഹം അവസാനത്തെ ശ്വാസം വലിക്കുകയാണ്. മരിച്ചു. അദ്ദേഹം മരിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, 70,000 മലക്കുകൾ ഹാജരായി. അത്രമാത്രം നല്ലൊരു മരണമായിരുന്നു. ഇഹ്തസ അർശുർ റഹ്മാൻ, അള്ളാന്റെ അർശ് പോലും കുലുങ്ങിപ്പോയി എന്നാണ്. ആ സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിൽ വെച്ചിട്ട് ഒരു ഇടുക്കം ഇടുക്കിയെങ്കിൽ, കണ്ണിനെ നിയന്ത്രിക്കാത്ത, കാതും നാവും മനസ്സും നിയന്ത്രിക്കാത്ത അധാർമികതയുടെ ജീവിതം നയിക്കുന്ന നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നാളത്തെ ഖബറിൽ എന്ന് നമ്മൾ സ്വയം വിലയിരുത്തിക്കൊണ്ട് ആലോചിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയോടുകൂടി ജീവിച്ച് നല്ലവരായി ഈ ലോകത്ത് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുവാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിടങ്ങളെ അള്ളാഹു സ്വർഗത്തിന് തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും നാളെ അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك.